ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ പല മണ്ഡലങ്ങളിലും അട്ടിമറിക്കുള്ള സാധ്യത പ്രവചിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണൂർ പാലക്കാട് മണ്ഡലം LDF തിരിച്ചുപിടിക്കുമെന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ LDFനാണ് മുൻതൂക്കമെന്നുമാണ് സർവേ ഫലങ്ങൾ പുറത്തുവരുന്നത്. കാസർഗോഡ് മണ്ഡലം ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തുമെന്നാണ് സർവേ പ്രകാരമുള്ള വിവരം. രാജ്മോഹൻ ഉണ്ണിത്താൻ 42% വോട്ട് നേടുമെന്നും LDFന് 35%, അതുപോലെ BJPക്ക് 19% വോട്ടാണ് പ്രവചിക്കുന്നത്. അതേസമയം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായ കണ്ണൂരിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് സാധ്യതയുണ്ടെന്നാണ് സർവേ പറയുന്നത്. LDF സ്ഥാനാർത്ഥിയായ MV ജയരാജൻ 43% വോട്ട് നേടുമ്പോൾ UDFന് വേണ്ടി K സുധാകരൻ 42% വോട്ട് നേടുമെന്നും സർവേ പറയുന്നു. അതുപോലെ തന്നെ എറണാകുളം നോക്കുകയാണെങ്കിൽ യാതൊരു അട്ടിമറിയും ഇല്ല എന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഹൈബിയുടെ തന്നെ UDFനായി മണ്ഡലം നിലനിർത്തുമെന്നും സർവേ പ്രകാരം വ്യക്തമാണ്. ഹൈബിക്ക് 41% വോട്ടാണ് പ്രവചിക്കുന്നത്. LDFന് 31%, NDAക്ക് 18% ലഭിക്കുന്നതാണ്. പാലക്കാട് LDF തിരിച്ചുപിടിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. A വിജയരാഘവൻ 40% വോട്ടും VK ശ്രീകണ്ഠൻ 38% വോട്ടും നേടും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 19% വോട്ടായിരിക്കും ലഭിക്കുക. ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി 47% വോട്ട് നേടി വിജയിക്കും. KS ഹംസയ്ക്ക് 33%, നിവേദിത സുബ്രഹ്മണ്യന് 13% ലഭിക്കും. കോഴിക്കോട് MK രാഘവൻ നിലനിർത്തും. 41% വോട്ടായിരിക്കും ലഭിക്കുക. തിരുവനന്തപുരം മണ്ഡലത്തിൽ 4ാം തവണയും ശശി തരൂർ തന്നെ മണ്ഡലം നിലനിർത്തുമെന്നും സർവേ പറയുന്നു. തരൂരിന് 38% വോട്ടുകളാണ് ലഭിക്കുക. പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും പറയുന്നു. 28% വോട്ടായിരിക്കും നേടാനാകുക. രാജീവ് ചന്ദ്രശേഖറിന് 30% വോട്ടും ലഭിക്കുമെന്നും സർവേ പ്രകാരം പറയുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് മാതൃഭൂമിയുടെ അഭിപ്രായ സർവേ പ്രകാരം വ്യക്തമാക്കുന്നത്. എറണാകുളം ഹൈബി-ഈഡനും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും നിലനിർത്തുമെന്നും മാതൃഭൂമിയുടെ ഈ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പാലക്കാട് LDFന് തിരിച്ചുപിടിക്കാനാകുമെന്നും തിരുവനന്തപുരത്ത് പന്ന്യൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. കൂടാതെ കണ്ണൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ LDFന് നേരിയ മേൽക്കൈ പ്രവചിക്കുമ്പോൾ തിരുവനന്തപുരം, കോഴിക്കോട്, പൊന്നാനി, കാസർഗോഡ്, എറണാകുളം മണ്ഡലങ്ങളിൽ UDFനും നേരിയ വിജയസാധ്യത പ്രവചിക്കുന്നുണ്ട്. ഓരോ മണ്ഡലങ്ങളിലെയും അഭിപ്രായ സർവേ പ്രവചനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഇപ്രകാരമാണ്. കണ്ണൂരിൽ MV ജയരാജൻ 43%, UDF സ്ഥാനാർത്ഥിയായ K സുധാകരൻ 42%, NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 12% നേടും. എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയായ ഹൈബി-ഈഡൻ 41% നേടും. അതുപോലെ LDF സ്ഥാനാർത്ഥിയായ KJ ഷൈൻ 31% ആയിരിക്കും നേടുക. NDA സ്ഥാനാർത്ഥിയായ KS രാധാകൃഷ്ണൻ 18% ആയിരിക്കും നേടുക. കാസർഗോഡ് മണ്ഡലം നോക്കുകയാണെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ 42% നേടുക. LDFന്റെ MV ബാലകൃഷ്ണൻ 35%, NDAയുടെ ML അശ്വിനി 19% നേടും. പൊന്നാനിയിലേക്ക് വരുമ്പോൾ പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥിയായ അബ്ദുൾ സമദ് സമദാനി 47%, LDFന്റെ KS ഹംസ 33%, NDA സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യൻ 13% കോഴിക്കോട് നോക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥി MK രാഘവൻ 41%, LDF സ്ഥാനാർത്ഥി ഇളമരം കരീം 39%, NDA സ്ഥാനാർത്ഥി MT രമേശ് 17% എന്നിങ്ങനെയാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് A വിജയരാഘവനാണ്. 40%ആണ് വിജയരാഘവന് പ്രതീക്ഷിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ 38%, NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ 19% നേടും. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായ ശശി തരൂർ 38% നേടും. രാജീവ് ചന്ദ്രശേഖർ ആണ് NDAയുടെ സ്ഥാനാർത്ഥി. 30% രാജീവ് ചന്ദ്രശേഖർ നേടുക. LDFന്റെ സ്ഥാനാർത്ഥിയായി പന്ന്യൻ രവീന്ദ്രനാണ് മത്സരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രന് 28% നേടാനാകും. അതുപോലെ തമിഴ്നാട് ഇന്ത്യ മുന്നണിയെക്കുറിച്ചും കർണാടകയിലും രാജസ്ഥാനിലും NDAയുടെ സ്ഥിതിയെക്കുറിച്ചും അഭിപ്രായ സർവേ പ്രവചിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി
39 സീറ്റുകളിലും വിജയിക്കാൻ സാധ്യതയെന്നാണ് സർവേ ഫലം. അതുപോലെ 36 മുതൽ 39 സീറ്റുകൾ ഇന്ത്യ മുന്നണി സ്വന്തമാക്കുമെന്നാണ് സർവേയുടെ പ്രവചനം. NDAയും മറ്റുള്ളവയും പരമാവധി 2 സീറ്റുകൾ വീതം നേടുമെന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. കർണാടകയിൽ വമ്പിച്ച വിജയം NDA സ്വന്തമാക്കുമെന്നാണ് സർവേയുടെ പ്രവചനം. 24 മുതൽ 27 സീറ്റുകളിൽ NDA വിജയിക്കാൻ സാധ്യതയുള്ളതായും ഇന്ത്യ മുന്നണി 1 മുതൽ 4 സീറ്റുകളിൽ ഒതുങ്ങിയേക്കുമെന്നും സർവേ പ്രകാരം പറയുന്നുണ്ട്. രാജസ്ഥാൻ ഒന്നടങ്കം NDA കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. ആകെയുള്ള 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ 22 മുതൽ 25 സീറ്റുകളിൽ NDAക്ക് വിജയസാധ്യത പ്രവചിക്കപ്പെടുമ്പോൾ ഇന്ത്യ മുന്നണി 0 മുതൽ 3 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങിയേക്കും എന്നുകൂടി പറയുന്നുണ്ട്.